ഓം ശാന്തി. ഞാൻ ശിവശക്തിയാണ്. ഞാൻ സദാ ബാബയോടൊപ്പം കമ്പൈൻഡ് ആയിരിക്കുന്ന ആത്മാവാണ്. ഞാൻ ബാബയുടെ റൈറ്റ് ഹാൻഡ് കുട്ടിയാണ്. പുതിയ ലോകം സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഞാൻ ബാബയുടെ സഹയോഗിയാണ്. നിരന്തരം ഞാൻ ബാബയെ ഓർമ്മിച്ച് പാവനമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ സംബന്ധികളിൽ നിന്നും ഞാൻ എൻ്റെ ബുദ്ധിയെ മാറ്റി എല്ലാ ആകർഷണങ്ങളിൽ നിന്നും മോഹവലയത്തിൽ നിന്നുമെല്ലാം മുക്തമായി ഇരിക്കുകയാണ്. ഞാൻ ദേഹി അഭിമാനിയാണ്. തീർച്ചയായും ഞാൻ പാവനമാവുക തന്നെ ചെയ്യും എന്ന ദൃഢതയും ലഹരിയും എൻ്റെ ഉള്ളിലുണ്ട്. മറ്റുള്ളവർക്കും പാവനമാകുന്നതിനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. രാവണ രാജ്യത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ബാബ എന്നെ സെക്കൻഡിൽ മുക്തമാക്കി മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നൽകുന്നു.
പരിധിയില്ലാത്ത അച്ഛനായ ശിവ് ബാബയെ ഓർമ്മിക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അതിയായ സന്തോഷം അനുഭവിക്കുകയാണ്. ആരെയാണോ ഞാൻ കഴിഞ്ഞ അരകൽപ്പമായി ഓർമ്മിച്ചുകൊണ്ടിരുന്നത്, മുഴുവൻ ലോകവും ഓർമ്മിച്ചുകൊണ്ടിരുന്നത്, ആ ഭഗവാനാണ് ഇപ്പോൾ എൻ്റെ സ്വന്തമായിരിക്കുന്നത്. ഞാനിപ്പോൾ ബാബയുടെ സന്മുഖത്തിരിക്കുകയാണ്. പരന്ധാം നിവാസിയായ ബാബ ദൂരദേശത്ത് നിന്നുമാണ് ഇപ്പോൾ ഈ സൃഷ്ടിയിലേക്ക് വന്നിട്ടുള്ളത്. ആത്മാവായ ഞാനും യഥാർത്ഥത്തിൽ ബാബയെ പോലെ യാത്രക്കാരനാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് പരംധാമത്തിൽ നിന്നും യാത്ര ചെയ്ത് വന്നവനാണ് ഞാൻ. ഈ കർമ്മക്ഷേത്രത്തിൽ ഞാൻ 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ ഇത് എൻ്റെ അന്തിമ ജന്മമാണ്. സൃഷ്ടിയുടെ അന്തിമ സമയമാണ്. ബാബ വന്ന് വീണ്ടും ബ്രഹ്മാവിലൂടെ ഇവിടെ സ്വർഗം രചിക്കുകയാണ്, സത്യയുഗം രചിക്കുകയാണ്. ഞാൻ സത്യയുഗത്തിൽ അളവറ്റ സമ്പത്തിന്റെ അധികാരിയായി മാറുന്നു. ഭാരതം പോലെ സമ്പന്നമായ ദേശം മറ്റൊന്നും തന്നെയില്ല. ഞാനിപ്പോൾ പവിത്രമായി ജീവിച്ച് ബാബയെ ഓർമ്മിച്ച് ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും നേടുക തന്നെ ചെയ്യും. ഈ ദൃഢത എൻ്റെ ഉള്ളിലുണ്ട്. യോഗബലത്തിലൂടെ ഞാൻ വികർമ്മങ്ങളെല്ലാം ഭസ്മമാക്കുന്നു.
ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും പവിത്രതയുടെയും ശക്തി എൻ്റെ ഉള്ളിൽ ആത്മീയ ലഹരി വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ സ്വദർശന ചക്രധാരിയാണ്. ജ്ഞാനിയും യോഗിയുമാണ്. യോഗബലത്തിലൂടെ ഞാൻ എൻ്റെ ഈ പഴയ ശരീരത്തെയും സംരക്ഷിക്കുകയാണ്. കാരണം അന്തിമം വരെ ഈ ശരീരത്തിലിരുന്ന് വേണം എനിക്ക് ആത്മീയ സമ്പാദ്യം ശേഖരിക്കാൻ. അന്തിമ സമയത്ത് യോഗബലത്തിലൂടെ തന്നെ എനിക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് ബാബയുടെ ഓർമ്മയിൽ പോകണം. അതിനാൽ മറ്റെല്ലാത്തിൽ നിന്നും ബുദ്ധിയെ മാറ്റി ആത്മബോധത്തിലിരുന്ന് നിരന്തരം ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ഞാൻ ചെയ്യുകയാണ്. ഞാൻ സദാ ബാബയുടെ ഓർമ്മയിലും ബാബ നൽകുന്ന സമ്പത്തിൻ്റെ ഓർമ്മയിലും ഇരിക്കുകയാണ്. ഞാൻ സമ്പൂർണ്ണ പവിത്രമായിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് പവിത്രമാകുമ്പോൾ പവിത്രമായ ശരീരവും എനിക്ക് സത്യയുഗത്തിൽ ലഭിക്കുന്നു. യോഗബലത്തിലൂടെ ഞാൻ പവിത്രമാവുകയാണ്. എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ഞാൻ ബാബയുടെ കുട്ടിയാണ് എന്ന സ്മൃതി സദാ എൻ്റെ ഉള്ളിൽ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു.
എനിക്ക് ഒരേ ഒരു ബാബ മാത്രം, രണ്ടാമതായി ആരും തന്നെയില്ല. ഈ പാഠം എൻ്റെ ഉള്ളിൽ ദൃഢമാണ്. ഞാൻ ബാബ് ദാദയെ എൻ്റെ നിഴൽ പോലെ കൂടെ തന്നെ അനുഭവം ചെയ്യുകയാണ്. സാകാര രൂപത്തിൽ എല്ലാ സംബന്ധങ്ങളിലും ബാബ്ദാദ സദാ എൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട്. കണ്ണുകളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാതെ. ഞാൻ ബാബ്ദാദയുടെ കൈകൾ പിടിച്ച് സദാ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുകയാണ്. സ്വയം ഭഗവാനെ സാക്തിയായി ലഭിച്ച ഞാൻ സദാ ഭഗവാനോടൊപ്പം കമ്പൈൻഡായി ഇരിക്കുന്ന ഞാൻ എത്ര ശക്തിശാലി ആത്മാവാണ്. എൻ്റെ ദൃഷ്ടിയിലൂടെയും എൻ്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും എല്ലാം ബാബയുടെ ഓർമ്മയും ഈശ്വരീയ സ്നേഹത്തിൻ്റെ അനുഭൂതിയും ഞാൻ എല്ലാ ആത്മാക്കൾക്കും കൊടുക്കുകയാണ്. എന്നിൽ നിന്നും എല്ലാവർക്കും ആത്മീയ ശക്തിയുടെ വൈബ്രേഷൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഓം ശാന്തി.